السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിത്തീർന്ന വളരെയേറെ ദാരുണമായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ വിവരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ, ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരു വലിയ ചരിത്രം എന്ന നിലക്ക് പ്രബോധകന്മാർക്കുണ്ടായ വല്ലാത്തൊരു പ്രയാസമാണ് കഴിഞ്ഞ അവസരത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുത്തെ മുമ്പിൽ വന്ന് വ്യാജമായ ആവശ്യങ്ങൾ പറഞ്ഞ് അവിടുത്തെ മഹാന്മാരായ സ്വഹാബാക്കളിൽ പ്രമുഖന്മാരെ കൊണ്ടുപോവുകയും അവരോട് ക്രൂരമായ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു ബിഅ്ർ മഊന സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സംഭവം. നമ്മൾ അതിലേക്കുള്ള ഒരു സൂചന മാത്രമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ പറഞ്ഞു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഏതാനും ആളുകൾ വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഏതാനും ആളുകളെ അങ്ങ് അയച്ചു തരണം. എന്തിനാണ് അവരെ അയക്കുന്നത്? യുഅല്ലിമൂനൽ ഖുർആന വസ്സുന്ന, ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തുമൊക്കെ പഠിപ്പിച്ചു തരാൻ പ്രാപ്തിയുള്ള ആളുകളെ അയച്ചു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിൽ പ്രമുഖരായ 70ഓളം ആളുകളെ, പരിശുദ്ധ ഖുർആനിലും വളരെയേറെ അവഗാഹം നേടിയിട്ടുള്ള നല്ല പണ്ഡിതന്മാരെ 70ഓളം ആളുകളെ ഇവരുടെ കൂടെ പറഞ്ഞയച്ചു കൊടുത്തു. അവരാണെങ്കിൽ വളരെ നല്ല പ്രഗത്ഭരാണ്. അവരെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചു. ഖുർആൻ പാരായണം ചെയ്യുകയും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും പകൽ സമയത്ത് ജോലി ചെയ്തുകൊണ്ട് പള്ളിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് താമസിച്ചു കൊണ്ടിരിക്കുന്ന പാവങ്ങളായ ആളുകൾക്ക് വേണ്ട രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് വളരെയേറെ അനുകമ്പയും ദയാവായ്പുമൊക്കെ ഉണ്ടായിരുന്ന മഹാന്മാരായ സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കൂടെ പറഞ്ഞയച്ചപ്പോൾ വഴിക്ക് വെച്ച് ചതിയിൽ ഈ ആളുകളെ, ഈ മഹാനന്ദന്മാരായ 70ഓളം ആളുകളെ ശത്രുക്കൾ വളയുകയാണ് ഉണ്ടായത്. മാത്രമല്ല
ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഹറാം ഇബ്നു മിൽഹാൻ എന്നു പേരുള്ള ഒരു സഹാബിയുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകളിൽ പ്രമുഖനായ ആമിർ എന്ന് പറയുന്നയാൾക്കുള്ള അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് അയാളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. മഹാനായ ഈ സഹാബി നബി തങ്ങളുടെ ഈ എഴുത്തുമായി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ ധിക്കാരം കൊണ്ട് കണ്ണ് കാണാത്ത ആ അഹങ്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എഴുത്തൊന്ന് തുറന്നു വായിക്കാനുള്ള സന്മനസ് പോലും കാണിക്കാതെ വളരെയേറെ മോശമായാണ് ആ ചെന്ന സഹാബിയോട് പെരുമാറിയത്. മാത്രമല്ല, അയാളുടെ സദസ്സിലുള്ള ഒരാളോട് ഇയാൾ ആംഗ്യം കാണിക്കുക കൂടി ചെയ്തു. തട്ടിക്കളയാൻ, കൊന്നുകളയാൻ വേണ്ടി പറയാണ്. തന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശവും എഴുത്തുമായി കൊണ്ടുവന്ന ആ ദൂതനെ അവഹേളിക്കുന്നു, അപമാനിക്കുന്നു എന്ന് മാത്രമല്ല, ആ സഹാബിയുടെ പിന്നിൽ നിൽക്കുന്ന തന്റെ ഒരു അനുയായിയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്, കൊന്നോളാൻ. അങ്ങനെ അയാളുടെ കൽപ്പന കേട്ടുകൊണ്ട്, അയാളുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഒരാള് കുന്തമെടുത്തുകൊണ്ട് മഹാനായ ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് കുത്തുകയാണ്. ആ കുത്ത് എത്രത്തോളം ഗൗരവമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിന്റെ വാക്കുകളിൽ നിന്ന്, സഹീഹുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണ് കുത്തിയത്. ആ കുത്ത് അത് കുന്തത്തിന്റെ ആ കുത്ത് തുളഞ്ഞു കയറി നെഞ്ചിന്റെ പുറത്തേക്ക് തുറിച്ചു നിന്നു എന്നാണ്. പിന്നിൽ നിന്നുള്ള ശക്തമായ കുത്ത് ശരീരത്തെയും തുളച്ചുകൊണ്ട് അത് നെഞ്ചിന്റെ മുമ്പിലേക്ക് ഉന്തി നിന്നു. ആ സമയത്ത് രക്തം ഇങ്ങനെ ചീറ്റുകയാണ് മഹാനായ ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ ബോഡിയിൽ നിന്ന്. ആനവറുകൾ തന്റെ കൈകളിലേക്ക് ആ ചോര ഇങ്ങനെ ഏറ്റുവാങ്ങിയിട്ട്, അതുകൊണ്ട് മുഖവും തലയുമൊക്കെ ആ ചോര കൊണ്ട് തടവിയിട്ട് അവിടുന്ന് അവിടെ വെച്ച് ഉറക്കെ പറഞ്ഞു, ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ രക്ഷിതാവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ധീരമായി ആ മരണത്തിനോടടുക്കുന്ന അവസാന ഘട്ടത്തിൽ മഹാനവറുകൾ പറഞ്ഞു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലയെ പോലെയുള്ള മഹാരഥന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് തന്റെ അനുയായികളോട് പറഞ്ഞു, എന്ത്? ഈ സംഭവം നബിക്ക് വഹയിലൂടെ വിവരം കിട്ടുകയാണ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹയിലൂടെ വിവരം കിട്ടുകയാണ്. ഇത് അറിയിക്കാൻ ഞങ്ങൾക്കൊരാളില്ലല്ലോ എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ സഹാബിമാർ അപകടത്തിൽപ്പെട്ടപ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന ഇഖ്വാനക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, അതേ നമ്മൾ ഇവിടെ നിന്ന് യാത്രയാക്കിയ 70ഓളം വരുന്ന സഹോദരങ്ങൾ, ആ സഹോദരന്മാരിൽ ഒരാൾ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഖദ് ഖുതിലൂ, കൊല്ലപ്പെട്ടിരിക്കുന്നു. വഇന്നഹും ഖാലു, അവർ മരണത്തിന്റെ നേരത്ത് പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഈ സഹാബിമാര് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബല്ലിഗ് അന്നാ നബിയനാ, അല്ലാഹുവേ ഞങ്ങളുടെ പ്രവാചകന് ഞങ്ങളെ കുറിച്ച് നീ വിവരമറിയിക്കണേ. അന്നാ ഖദ് ലഖീനാക, റബ്ബേ നീ ഞങ്ങളുടെ നബിക്ക് വിവരം അറിയിച്ചു കൊടുക്കണം. എന്ത്? ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന്, ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു എന്നും, ഫറദീന അൻക, ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും, വറദീത അന്നാ, നീ ഞങ്ങളെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വിവരം ഞങ്ങളുടെ നബിക്ക് നീ എത്തിച്ചു കൊടുക്കണേ എന്നവര് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹയിലൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ വിവരം കൊടുക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മഹാന്മാരായ ഈ സഹാബിമാർ അള്ളാഹുവിന്റെ ഇസ്ലാമികമായ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിത്തിരിച്ച മഹാന്മാരാണ് ഇവര്. ഇവരെയാണ് വഴിക്ക് വെച്ച് ചതിയിൽ കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് പിൽക്കാലത്തുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിച്ചിരിക്കുന്ന സഹാബിമാർ ഇത് കേട്ടിട്ട് അവരാരും ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിന്ന് മാറിപ്പോയില്ല, അവരാരും തളർന്നില്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള തിക്തഫലം ഇപ്പോൾ ഇതല്ലേ, ഇങ്ങനെയൊക്കെ അല്ലേ ഞങ്ങളും പ്രവർത്തിച്ചാൽ ഉണ്ടാവുക എന്ന് വിചാരിച്ചുകൊണ്ട് അവർ മാറി നിന്നില്ല. ഇതിനാണത് പറയുന്നത്. പലപ്പോഴും ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുന്ന
ആർക്കെങ്കിലും അനുഭവിക്കേണ്ടി വരുന്ന അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള അവർക്ക് വലിയ പ്രതിഫലം കിട്ടാൻ ഉതകുന്ന നിലക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളോ പരീക്ഷണങ്ങളോ സംഭവിച്ചാൽ പലരും പേടിച്ച് മതപ്രബോധന മേഖലയോട് വിട പറയാറുണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെയല്ലേ സംഭവിച്ചത്, ആ വ്യക്തിക്ക് ഇങ്ങനെയല്ലേ സംഭവിച്ചത്, അതുകൊണ്ട് ഇനി ഞാൻ ആ രംഗത്തേക്കില്ല, എനിക്കും അങ്ങനെ പറ്റിയാലോ എന്ന് പേടിച്ച് ഇസ്ലാമിക പ്രബോധന രംഗത്തുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെയും പ്രയാസങ്ങളെയും കണ്ടുകൊണ്ട് തങ്ങളുടേതായ ബാധ്യതയിൽ നിന്ന് വഴിമാറി പോകുവാനുള്ളതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അതല്ല. അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് 169ഓളം സഹാബിമാർ വധിക്കപ്പെട്ടു. നല്ല പണ്ഡിതന്മാർ, നല്ല അറിവുള്ളവർ, അവർ ഒരു തെറ്റിനും പോയതല്ല. ഇസ്ലാമിനെ പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞയച്ച കരളിന്റെ കഷ്ണങ്ങളാണ്. അവരാണ് വധിക്കപ്പെട്ടത്. എന്നിട്ട് അവരുടെ മരണ വാർത്ത അറിഞ്ഞിട്ട് ഇസ്ലാമിക പ്രബോധനം ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും സഹാബിമാര് നിർത്തിവെച്ചിട്ടില്ലായിരുന്നു. അവരത് തുടർന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് എന്ന നിലക്ക്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ആ കുത്തുകൊണ്ട് ദയനീയമായ ആ ഒരു അവസരത്തിൽ ചോരയെടുത്ത് മുഖത്തും തലയിലും പുരട്ടിയിട്ട് ഹറാം റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? ഫുസ്തു വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് സുഹൃത്തുക്കളെ കാരണം? നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ഗൗരവത്തോടുകൂടി അവരുടേതായ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സഹാബിക്ക് അത് പറയാൻ സാധിച്ചത്. സുഹൃത്തുക്കളെ, നാം ആലോചിച്ചു നോക്കുക. ഫുസ്തു റബ്ബിൽ കഅബ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിനെക്കുറിച്ച് ചരിത്രകാരന്മാര് നന്നായി വിവരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ വിജയിച്ചു എന്ന് മഹാനവറുകൾ എന്തുകൊണ്ടാ പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുകയല്ലേ, അദ്ദേഹം വധിക്കപ്പെടുകയല്ലേ. അദ്ദേഹത്തിന് കുത്തുകൊടുത്ത ആ ശത്രു പോലും ഈ വാക്ക് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു എന്നാണ്. അയാൾ ചോദിച്ചു പോലും, എന്താ ഈ മനുഷ്യൻ പറയുന്നത്, എന്താണ് ഈ മനുഷ്യൻ പറയുന്നത് എന്ന് ആ മനുഷ്യൻ ചോദിച്ചു പോലും. എന്ത്, ഞാൻ ഇയാളെ കുത്തിക്കൊന്ന് മരിക്കാൻ നേരത്ത് ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഇയാൾക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുന്നത്? ഇയാൾക്ക് നഷ്ടല്ലേ പറ്റിയിട്ടുള്ളത് എന്ന് ഈ കുത്തിയ മനുഷ്യൻ വരെ പറഞ്ഞ നേരത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കപ്പെടുകയാണ്. എന്താ? അള്ളാന്റെയും റസൂലിന്റെയും കൽപ്പന അനുസരിച്ചാൽ അത് വിജയമാണ്, മരണപ്പെട്ടാലും അത് വിജയമാണ്. ഷഹീദിന്റെ പദവിയിലല്ലേ, ഏറ്റവും അത്യുന്നതമായ സ്ഥാനമല്ലേ തനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന അർത്ഥത്തിലാണ് മഹാനവകൾ സംസാരിച്ചത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ കിടങ്ങ് കുഴിച്ചിട്ട്, വലിയ ആഴത്തിലുള്ള കുഴികൾ കുഴിച്ചിട്ട് അതിൽ വിറകിട്ട് കത്തിച്ച് ഒരുപാട് പാവങ്ങളായ വിശ്വാസികളെ ചുട്ടുകൊന്ന ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്തുൽ ബുറൂജിൽ പറയുന്നുണ്ട്. അസ്ഹാബുൽ ഹുദൂദ് എന്നാണ് അള്ളാഹു അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത്. കിടങ്ങിന്റെ ആൾക്കാർ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ കിടങ്ങ് കുഴിച്ചതിൽ വിറകിട്ട് അതിൽ കത്തിച്ച് ധാരാളക്കണക്കിന് വിശ്വാസികളെ ചുട്ടുകൊല്ലുകയുണ്ടായി. ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താ? ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം വലഹും അദാബുൽ ഹരീഖ്. ആ ശിക്ഷ നടപ്പിലാക്കിയ വിശ്വാസികളെ പീഡിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ആളുകൾക്ക് കരിച്ചു കളയുന്ന ശിക്ഷ പരലോകത്ത് വരാനുണ്ട്. അതേ അവസരത്തിൽ ആ പീഡനത്തിന് വിധേയരായവരെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാതി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. അവർക്ക് അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളുണ്ട്, അതാണ് വമ്പിച്ച വിജയം എന്ന് മഹാനവറുകൾ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. മാത്രല്ല, അള്ളാന്റെ മാർഗത്തിലൊക്കെ ഒരു കുത്തുകൊണ്ട് അല്ലെങ്കിൽ ചോര ചീറ്റി ഷഹീദാവുക എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ പുണ്യം മനസ്സിലാക്കിയ സഹാബിമാരാണ് അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്കത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതെന്താ? ഒരു മനുഷ്യൻ, ഒരാൾ ഷഹീദാകുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾക്ക് 6 നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ്. ഒരാൾ അള്ളാന്റെ മാർഗത്തിലാണ് ഷഹീദാകുമ്പോ 6 പ്രത്യേകമായ മഹത്വത്തിന് അദ്ദേഹം വിധേയനാകുന്നുണ്ട്. ഒന്ന്, യുഗ്ഫറു ലഹു ഫീ അവ്വലി ദഫഅത്തിൻ മിൻ ദമിഹി, അദ്ദേഹത്തിന്റെ ചോര പൊട്ടുന്ന ആദ്യ നിമിഷം തന്നെ
അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടും. ഒന്നാമത്തെ മഹത്വം അതാണ്. രണ്ടാമത്തെ സ്വർഗത്തിലുള്ള അദ്ദേഹത്തിനുള്ള ഇരിപ്പിടം അദ്ദേഹം കാണും എന്നാണ്. മൂന്നാമത്തത് ഖബർ ശിക്ഷയിൽ നിന്ന് ആ ഷഹീദിന് രക്ഷ നൽകപ്പെടും, കാവൽ നൽകപ്പെടും, സുരക്ഷിതത്വം ഉണ്ടാകുമെന്നതാണ്. ഏറ്റവും വലിയ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ അവന് പേടിക്കേണ്ടി വരില്ല എന്നാണ്. മാത്രമല്ല, വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ആടയാഭരണങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവിയും സ്ഥാനവും അദ്ദേഹത്തിന് അണിയിക്കപ്പെടും എന്നാണ്. മാത്രമല്ല സ്വർഗീയ ഹൂറുൽ ഈങ്ങൾ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കപ്പെടും എന്നാണ്. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞത്, തന്റേതായ കുടുംബത്തിൽ നിന്ന് 70ഓളം ആളുകളുടെ കാര്യത്തിൽ ശുപാർശ പറഞ്ഞോളാൻ വേണ്ടി ഷഹീദുകൾക്ക് അള്ളാഹു നാളെ പരലോകത്ത് അനുവാദം കൊടുക്കും എന്നാണ്. ഇത്രത്തോളം കണക്കല്ലാത്ത പ്രതിഫലമാണ് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി വീഴുന്ന വ്യക്തിക്കുള്ളത്. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ സഹാബിയായതുകൊണ്ടാണ് മഹാനവറുകൾക്ക് പിന്നിൽ നിന്നാണ്ട് കുന്തം കൊണ്ട് കുത്തിയിട്ട് നെഞ്ചിലേക്ക് ആ കുന്തമുനയും കൊണ്ട് തുറിച്ചു നിന്നപ്പോ ചോര കൊണ്ട് മുഖവും തലയും ഒക്കെ തുടച്ചിട്ട് ഫുസ്തു റബ്ബിൽ കഅബ, ഞാൻ വിജയിച്ചിരിക്കുന്നു, എന്റെ റബ്ബിന് കഅബയുടെ നാഥനെ തന്നെയാണ് സത്യം എന്ന് മഹാനവറുകൾക്ക് പറയാൻ സാധിച്ചത്. ഇതൊക്കെ സുഹൃത്തുക്കളെ പറയാനും എഴുതാനും ഒക്കെ എളുപ്പമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധന ചരിത്രത്തിലുണ്ടായ ഒരിക്കലും മറക്കാനാവാത്ത ഭീകരമായ ദൃശ്യങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഈ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഇവരൊക്കെ ചോര കൊടുത്ത്, ഇവരൊക്കെ ജീവൻ കൊടുത്ത് നിലനിർത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിന്റെ ആദർശ പ്രസ്ഥാനം. അത് തലമുറകൾ കഴിഞ്ഞുകൊണ്ട് ഏറ്റുവാങ്ങിയവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കണം. ആ സ്ഥാനത്ത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് ആവുന്ന നിലക്കുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും ശാരീരികമായും സാമ്പത്തികമായും ഏത് നിലക്ക് ചെയ്തുകൊണ്ട് ഇവരുടെയൊക്കെ പാതയുടെ ആ മാർഗത്തിലേക്ക് അല്പമെങ്കിലും ഒന്ന് പ്രവേശിക്കുവാൻ, പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് ഏറ്റവും വലിയ പാഠമാകണം എന്നാണ് ഒന്നാമതായി എന്നോടും തുടർന്ന് എന്റെ ശ്രോതാക്കളായ സുഹൃത്തുക്കളോടും ഉണർത്തുവാനുള്ളത്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഈ കൃത്യമായ ഈ ഏറ്റവും വലിയ വ്യസനകരമായ ഈ കാര്യത്തിന് കാരണക്കാരനായ ആമിർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അയാളാണല്ലോ ഇതിനൊക്കെ ഓർഡർ ഇട്ടത്. ഈ 1069 സഹാബിമാരെ അരിഞ്ഞു വീഴ്ത്താൻ ഓർഡർ ഇട്ടത് ഇയാളായിരുന്നു. അവന്റെ അന്ത്യം വളരെ മോശമായിരുന്നു എന്നാണ്. വലിയ സമ്പന്നനായിരുന്നു അയാള്, ഒരുപാട് അനുയായി വൃന്ദമുള്ള നേതാവായിരുന്നു അയാളുടെ നാട്ടിൽ, വലിയ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. എന്തിനും അദ്ദേഹം അയാൾ പറഞ്ഞാൽ കേൾക്കുന്ന പരിചാരകന്മാരും സമ്പത്തും സൗകര്യങ്ങളും കൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്ന വലിയ സമ്പന്നനായി ആമിർ എന്ന് പറയുന്ന ഇയാളാണല്ലോ ഈ സഹാബത്തിനെയൊക്കെ അരുവല നടത്തിയത്. ആൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അതിൽ പങ്കെടുത്ത ആളുകൾക്കൊക്കെ എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുനൊന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായ ഏറ്റവും വേദനാജനകമായ കാര്യം എന്ന നിലക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം കിട്ടിയതിന്റെ ശേഷം എന്തു ചെയ്തു? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബിഉർ മഊനയിൽ വധിക്കപ്പെട്ട തന്റെ അനുചരന്മാരുടെ കാര്യത്തിൽ അവിടുന്ന് വേദനിച്ചതുപോലെയുള്ള ഒരു വേദന അവിടുത്തെ മുഖത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റൊരവസരത്തിലും എന്ന്. കാരണം എന്താ? താൻ പറഞ്ഞയച്ച് തന്റെ കരഞ്ഞിന്റെ മുമ്പെന്നാണ് പറഞ്ഞയച്ചു കൊടുത്ത 10-70ഓളം ആളുകളെ ആണ് കൊന്നിരിക്കുന്നത്. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്, ഓടിപ്പോയത്. ബാക്കി 69 ആളെയും കൊന്നിരിക്കുകയാണ്. തങ്കപ്പെട്ട മനുഷ്യന്മാര്. സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കേട്ട് വളരെയേറെ പ്രയാസപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കം കുറിക്കുകയാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഖനത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഹ്റൻ മുതതാബിഅൻ ഫിൽ ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വസലാത്തിസ് സുബ്ഹ്. അതേ എല്ലാ നിസ്കാരത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം നടന്നതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ വേദന അത് പ്രാർത്ഥനയായി 5 നേരവും പൊട്ടി ഒഴുകാൻ തുടങ്ങി. അവിടുത്തെ മനസ്സിന്റെ വേദന 5 നേരത്തെ നിസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർച്ചയായി 1 മാസക്കാലത്തോളം ഖുനൂത്ത് നിർവഹിക്കുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അതായിരുന്നു ഖുനൂത്തിന്റെ തുടക്കം.
അത് സുബഹിയുടെ ഖുനൂത്തല്ല, സുബഹിയിൽ മാത്രമായിട്ടുള്ള ഒരു ഖുനൂത്തല്ല. 5 നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ അവസാന റക്അത്തിൽ ഇദാ ഖാല സമി അല്ലാഹു ലിമൻ ഹമിദാ മിനർ റക്അത്തിൽ അഖീറ, അവസാന റക്അത്തിൽ ളുഹറായാലും അസറായാലും മഗ്രിബാണെങ്കിലും ഇശയാണെങ്കിലും ഫജ്റാണെങ്കിലും അവസാന റക്അത്തിൽ അതാ സമി അല്ലാഹു ലിമൻ ഹമിദാ എന്ന് പറഞ്ഞതിന്റെ ശേഷം യദഉ വലാ ഹിയ മിൻ ബനി സുലൈം അലാ റിഅൽ വദക്വാൻ, ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത, ഇതിന് നിമിത്തമായി തീർന്ന, ആ നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായ ആളുകൾക്കെതിരെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരെ 1 മാസത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം അല്ലാഹു റബ്ബുൽ ആലമീൻ ആ പ്രാർത്ഥന സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസക്കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഖുനൂത്ത് അവസാനിപ്പിക്കുകയുണ്ടായി. അപ്പൊ 1 മാസക്കാലം നീണ്ടുനിന്നു. ഇവർ ഗോത്രങ്ങളെ, ഈ ആളുകളെയൊക്കെ പേരെടുത്തുകൊണ്ട് എതിരെ പ്രാർത്ഥിച്ചു. ഇതിൽ ഏറ്റവും പരമപ്രധാനമായ കാര്യത്തിന് തുടക്കം കുറിച്ച ആമിർ എന്ന് പറയുന്നവന്റെ അന്ത്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളായിരുന്നു എന്നാ ചരിത്രം പറയുന്നു. പക്ഷെ അയാൾക്കൊരു വലിയ രോഗം ബാധിച്ചു. അയാളുടെ കക്ഷത്തിന്റെ താഴെ ശരീരത്തിലായിട്ട് വലിയ പാടുകൾ, കുരുക്കൾ, വലിയ രൂപത്തിലുള്ള പൊള്ളങ്ങളും വലിയ മുഴകളും പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് പുഴുവരിക്കാൻ തുടങ്ങി, വലിയ നാറ്റം തുടങ്ങി. പകർച്ചവ്യാധിയാണ്, പകരും എന്ന് ഭയപ്പെട്ടു. വലിയ സമ്പന്നനായിരുന്നു, പരിചാരകരുണ്ട്, എല്ലാവരുണ്ട്. ആർക്കും അയാളെ വേണ്ടാതായി, ആർക്കും അയാളെ വേണ്ട. പുഴുത്ത് നാറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അയാൾ ജീവൻ പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അയാൾ ആർക്കും വേണ്ട, അടുക്കാൻ ആർക്കും ധൈര്യമില്ല. അത്ര വലിയ പകർച്ചവ്യാധി, ആ നിലക്ക് ഭീകരമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് വിധേയനായിക്കൊണ്ട് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ജീവൻ പോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുനൂത്തിന് ഖുനൂത്തുൻ നാസില എന്നാണ് പറയുന്നത്. ഖുനൂത്തുൻ നാസില എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിപത്തുകൾ ഇറങ്ങുമ്പോൾ ആ വിപത്തുകളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയോ, അതല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും രൂപത്തിലുള്ള ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ കക്ഷികളാകുന്ന ആളുകളുടെ ശർറിൽ നിന്ന് മോചനത്തിന് വേണ്ടിയോ അവർക്കെതിരെയോ ഒക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഖുനൂത്തുൻ നാസില, സാന്ദർഭികമായി നിർവഹിക്കപ്പെടുന്ന ഖുനൂത്ത്. അതിന് ഓർഡർ ഇടേണ്ടത് ഒരു രാജ്യത്തുള്ള ഭരണാധികാരിയാണ്. അതിന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു സുബഹിക്ക് മാത്രമല്ല, 5 നേര നിസ്കാരത്തിലും ആ ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. 1 മാസത്തിലേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസക്കാലം 5 നേരത്തെ നിസ്കാരത്തിലുമായി അവിടുന്ന് നിർവഹിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ ഖുനൂത്ത് ഒഴിവാക്കുകയുണ്ടായി. അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിലാണ് 5 നേരവും സുബഹി അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് നിർവഹിച്ചത്. അതേ അവസരത്തിൽ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരത്തിൽ മരണം വരെ ഖുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫജ്ർ നിസ്കാരത്തിൽ 2ാമത്തെ റക്അത്തിൽ അവസാനം നമ്മൾ സമി അല്ലാഹു ലിമൻ ഹമിദാ പറഞ്ഞതിന് ശേഷം ഖുനൂത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അത്തരം ഒരു പ്രവർത്തനം സ്വഹീഹായ പരമ്പരയോടുകൂടി ശരിയായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഫജ്റിൽ പ്രത്യേകമായ ഒരു ഖുനൂത്ത് ഇല്ല. അതേ അവസരത്തിൽ ഈ നിലക്കുള്ള ഖുനൂത്ത് പ്രത്യേക സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ വിത്റിൽ റമദാനിലും ഒക്കെ നിർവഹിക്കുന്ന ആ നിലക്കുള്ള ഖുനൂത്തുകൾ, ആ നിലക്കൊക്കെ ഖുനൂത്തുകളെ പല ഇനങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഈ ഒരു വിഭാഗങ്ങൾക്കെതിരെ പേരെടുത്തുകൊണ്ട് മനസ്സ് നൊന്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം തുടർച്ചയായി പ്രാർത്ഥിച്ചു എന്ന് വരുമ്പോൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആ നിര്യാണം, അവരുടെ വിയോഗം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലുണ്ടാക്കിയ വേദന എത്രത്തോളമായിരുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, അതാണ് ബിഇർ മഊന. നമ്മളൊക്കെ ചരിത്രങ്ങൾ വെറുതെ കേട്ടുപോയാ പോരാ, ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, നമ്മൾ മനസ്സിലാക്കണം. ബിഇർ മഊന എന്നാണ് ആ സംഭവം അറിയപ്പെടുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ
നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ദീന് പഠിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ട് 70ഓളം ആളുകളെ കൊണ്ടുപോയി വഴിക്ക് വെച്ച് കൊലച്ചതി നടത്തിയ ദാരുണമായ ആ സംഭവമാണ് ബിർ മഊന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വിഷയത്തിലുള്ള മാനസികമായ പ്രയാസം മുഖേന ആ പ്രവർത്തനത്തിൽ ഭാഗവാക്കായ ആളുകൾക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേര നിസ്കാരങ്ങളിലും പ്രാർത്ഥിച്ചതായിരുന്നു ഖുനൂത്തിന്റെ തുടക്കം. അതൊരു മാസക്കാലം നീണ്ടുനിന്നുവെന്നും പിന്നീട് നബി തങ്ങൾ ആ ഖുനൂത്ത് ഉപേക്ഷിക്കുകയുണ്ടായി എന്നും ധാരാളം സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതാണ് ഈ ഉഹദ് യുദ്ധത്തിന്റെ ശേഷമുണ്ടായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇതിനിടയ്ക്ക് ഹിജ്റ 4ാമത്തെ വർഷത്തിലായിക്കൊണ്ട് തന്നെയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില വിവാഹങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഒന്ന് സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഇവരുമായൊക്കെയുള്ള വിവാഹം നടന്നതും ഈ കാലയളവിൽ തന്നെയായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വിശദമായി പ്രവേശിക്കുന്നില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവാഹങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നിന്ന് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരാരോപണങ്ങളുമൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ഹശ്റിലൂടെ വളരെ പ്രസിദ്ധമായ നിലക്ക് വിശദീകരിച്ചിട്ടുള്ള മറ്റൊരു സംഭവമാണ്. അതായത് ബനു നളീർ എന്ന് പറയുന്ന യഹൂദി ഗോത്രം. ബനു നളീർ, ബനു ഖൈനുഖാഅ്, ബനു ഖുറൈള ഇതൊക്കെ മദീനയിൽ ഉണ്ടായിരുന്ന ജൂത ഗോത്രങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്ന് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ അറബികൾപ്പെട്ട ആളുകൾ, മറ്റൊന്ന് യഹൂദികളുണ്ട്. യഹൂദികൾ തന്നെ പല ഗോത്രങ്ങളുണ്ട്. ബനു ഖുറൈള ഗോത്രമുണ്ട്, ബനു നളീർ ഗോത്രമുണ്ട്, ബനു ഖൈനുഖാഅ് ഗോത്രമുണ്ട്. ഇവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ഉടനെ ഇവരോടൊക്കെ ഒരു കരാറെടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളോട് നിങ്ങൾ സഹായം ചെയ്യരുത്, ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. എന്നാൽ നിങ്ങൾക്കും മദീനയിൽ ശാന്തമായി സൗഹാർദ്ദത്തോടെ നമുക്ക് ഒരു സന്ധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ഇവിടെ സമാധാനപരമായി ജീവിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന്റെ ശേഷം അവിടെയുള്ള യഹൂദി ഗോത്രങ്ങളുമായി കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യഹൂദിയല്ലേ, യഹൂദിക്ക് എന്നും ചരിത്രത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. അതെന്താ? വഞ്ചന. വഞ്ചന യഹൂദിയുടെ ബ്ലഡിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ്. ചതിക്കും. എന്നും ചതി എന്ന് പറയുന്നത് യഹൂദി ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, പ്രവാചകനെ എതിരെ ഈ നിലക്ക് അവിടുത്തോട് കരാറിലൊക്കെ ഏർപ്പെട്ട ഈ ജൂതഗോത്രങ്ങൾ അവരുടെ തനി സ്വഭാവം കുറച്ചു കഴിഞ്ഞപ്പോ കാണിക്കാൻ തുടങ്ങി. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു. ഉഹദിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്തിരി പരാജയമൊക്കെ ഉണ്ടായല്ലോ. പിന്നെ ഈ രൂപത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നബിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ യഹൂദികൾ ആ അവസരം മുതലെടുക്കാൻ നോക്കി. അവര് ഇപ്പൊ 1070 ചില്ലാനം ആളുകൾ പല സന്ദർഭങ്ങളിലായി ഈ രൂപത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഉഹദിലൂടെയായി കുറെ ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ബദറിലും കുറെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇപ്പൊ തന്ത്രം മെനയേണ്ട സമയമാണെന്ന് യഹൂദി മനസ്സിലാക്കി. അങ്ങനെ യഹൂദികൾ എന്ത് ചെയ്തു? നാം ചരിത്രം പഠിക്കണം. ബനു നളീർ ഗോത്രക്കാരായ ഈ യഹൂദികൾ ചെയ്തൊരു പണി എന്താണെന്നറിയോ? അവര് ഇനിയിപ്പോ മുഹമ്മദിന്റെ ആൾക്കാരെ കൊല്ലൽ അത്രയൊക്കെ മതി, മുഹമ്മദിനെ തന്നെയാണ് കൊല്ലുക. സുബ്ഹാനല്ലാഹ്, ഇന്നാലില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, യഹൂദിയുടെ മനസ്സെന്താ? എപ്പോഴും സത്യം പറയുന്ന മഹാന്മാരായ പ്രവാചകന്മാരെ കൊന്ന പാരമ്പര്യമാണ് ബനു ഇസ്രായേലിനുള്ളത്. ഖുർആൻ പറഞ്ഞില്ലേ, യഹൂദികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, യഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, നബിമാരെ അന്യായമായി കൊന്നുകളയാ. അവർക്കൊരു ഹോബിയാണത്. അള്ളാന്റെ ശാപകോപങ്ങൾക്ക് അവർ വിധേയരാവാൻ കാരണം അതാണ്. പ്രവാചകന്മാരെ അകാരണമായി കൊല്ലും. അങ്ങനെ കൊന്ന പാരമ്പര്യമാണ് അവർക്കുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അവര് വിചാരിച്ച പരമ്പരയിൽ നിന്നായില്ലല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ്. ഈ ബനു നളീറും ബനു ഖുറൈളയും ബനു ഖൈനുഖാഉ എന്നൊക്കെ പറയുന്ന മദീനയിലെ യഹൂദി ഗോത്രങ്ങളൊക്കെ തൗറാത്ത് വായിച്ചിട്ട് ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു തൗറാത്തിൽ പറയപ്പെട്ട നബിയെ. ഒരു നബി വരാനുണ്ട്,
ആ നബി ഞങ്ങൾക്ക് വന്നാൽ ആ നബിയുടെ പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് എല്ലാ ശത്രുക്കൾക്കുമെതിരെ പോരാടുമെന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് മേനിനടിച്ചിരുന്ന യഹൂദികൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ വിശ്വസിച്ചില്ല. എന്താ സുഹൃത്തുക്കളെ കാരണം? എന്താ വിശ്വസിക്കാതിരിക്കാൻ കാരണം? അവര് വിചാരിച്ചത് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്നാണ് ആ നബി വരിക. വന്നു നോക്കുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അവര് വിചാരിച്ച ഗോത്രത്തിൽ നിന്നും അവര് വിചാരിച്ച താവഴിയിലൂടെയും അല്ല ആള് വന്നത് എന്ന് നോക്കുമ്പോ അസൂയ നിമിത്തം ഖുർആൻ അവരെ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള അസൂയ കാരണത്താൽ വാരിപ്പുണർന്ന് വിശ്വസിക്കേണ്ടതിന് പകരം അവര് അവിശ്വസിക്കുകയാണ് ചെയ്തത്. അവരുടെ മനസ്സിലിങ്ങനെ പകയും വിദ്വേഷവും നൊരഞ്ഞു പൊന്താണ്. അങ്ങനെ അവര് എപ്പോഴും യഹൂദി നേർക്ക് നേരെ ഒരു സംഘടനത്തിന് യഹൂദി വന്ന ചരിത്രമല്ല എന്നാ ഖുർആൻ തന്നെ പറയുന്നത്. എപ്പോഴും ഒളിപ്പോര് നടത്തുക, പിന്നിന്ന് നടത്തുക, ചതി നടത്തുക, പിന്നിന്ന് കുത്തുക, അങ്ങനെയൊക്കെയുള്ള ചതിപ്രയോഗങ്ങൾക്കാണ് എപ്പോഴും യഹൂദി പാരമ്പര്യം എന്ന് ഖുർആൻ പറയുന്നത്. വളരെ വസ്തുതാപരമായി അല്ലാഹു തആല സമൂഹത്തെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ദുഃഖിതനായിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബനു നളീർ ഗോത്രമായ യഹൂദികളുടെ അരികിലേക്ക് അല്പം സഹാബിമാരെയും കൂട്ടിയിട്ട്, പ്രമുഖനായ ചില സഹാബിമാരെയും കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക്, സന്ധിയിലുള്ള ഒരു ഗോത്രമാണല്ലോ, അവരുടെ അടുത്തേക്ക് പോയിട്ട് ഒരല്പം പണം കടം ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ സമീപിച്ചു. റസൂലുള്ളാഹിന്റെ സ്വന്തം ആവശ്യത്തിനുള്ള കടമൊന്നുമല്ല, പൊതുവെ അവിടെ ആരുടെയോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദിയാദനം, നമ്മൾ ബ്ലഡ് മണി എന്ന് പറയുന്ന ആ ദിയാദനം കൊടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാശ് സ്വരൂപിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് തൽക്കാലം ഈ ബനു നളീറുകാരിൽ നിന്ന് ചോദിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. അവരാണെങ്കിൽ വലിയ സമ്പന്നരാണെന്ന്. അവിടെ മദീനയിലെ ഒരുപാട് കാർഷികോൽപ്പന്നങ്ങളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങളുണ്ട്, കോട്ടകളുണ്ട്, ഒരുപാട് സമ്പത്തുക്കളുണ്ട്, നാണ്യശേഖരങ്ങളുണ്ട്. അപ്പൊ അവരിൽ നിന്ന് കുറച്ച് വായ്പ വാങ്ങാം, എന്നിട്ട് ഇവരെ സഹായിക്കാം എന്ന നിലക്കാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബിമാരെയും കൂട്ടിയിട്ട് ഈ ബനു നളീർ ഗോത്രത്തെ സമീപിച്ചത്. കണ്ടപ്പോ അവര് അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്തിനെ കണ്ടപ്പോ വല്ലാത്ത സ്വീകരണം, നല്ല നിലക്ക് വരവേറ്റു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അവരെന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരെന്ത് ചെയ്തു നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ നമുക്ക് കാണാം. അവര് ചെയ്ത പണി എന്താ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ടുപോയിട്ട് അവര് നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്ത് ഇരുത്തി. നമ്മൾ സഹായിക്കാം, വേണ്ട എന്താ ചെയ്യാം, നമുക്ക് ചെയ്യാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഒരു മതിലിന്റെ ഓരത്ത് ഒരു തണലുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിച്ചിരുത്തുന്ന നിലക്ക് അവിടെ ഇരുത്തിയിട്ട് നബി സഹാബിമാരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവര് തമ്മിലൊരു കുശുകുശു, യഹൂദികൾ തമ്മിലൊരു കുശുകുശുക്കൽ. എന്താ കുശുകുശുത്തത്? അവരെന്താ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ഇരുത്തിയേടത്ത് നിന്ന് ആ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ള മതിലിന്റെ മുകളിലെ പിന്നിലൂടെ കയറി ചെന്നിട്ട്, മട്ടുപ്പാവിന്റെ മുകളിലേക്ക് കയറി ചെന്നിട്ട് വലിയ ഒരു കല്ല്, ആസുകല്ല് എടുത്തിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തലയിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് തല ചതച്ചരച്ച് കൊല്ലണം എന്നതാണ് യഹൂദി പ്ലാൻ ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾ പറഞ്ഞതുപോലെ കാശൊക്കെ നമുക്ക് തരാം, നിങ്ങൾ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ല നിലക്ക് അഭിനയിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടതാ ഇവര് പരസ്പരം സ്വകാര്യമായി തന്ത്രം മെനഞ്ഞു. പിന്നിൽ നിന്ന് തലയിലേക്ക് ആ ഭാരിച്ച കല്ലിട്ട് കൊണ്ട് കൊല്ലാൻ പ്ലാൻ ചെയ്തപ്പോഴേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കൊടുക്കുന്നു. നബിയേ, അപകടമാണ്, എഴുന്നേറ്റ് പോയിക്കോളണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും ഉടനെ എഴുന്നേറ്റ് പോകുന്നു. ഇരുന്ന നബി തങ്ങൾ സഹാബത്തിന് പോലും മനസ്സിലായില്ല എന്താണ് സംഭവമെന്ന്. അവരോട് പോലും പറയാൻ നിൽക്കാതെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ട് മദീനയിലേക്ക് പോകുന്നു. പിന്നിലാ സഹാബിമാരെത്തിയത്. വിവരറിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് വിവരം കൊടുത്തു. ഇതിലേക്ക് സൂചനയായിക്കൊണ്ട് ഖുർആൻ പറയുന്നു, നബി തങ്ങളെ വധിക്കാനും വിശ്വാസികളെ വകവരുത്താനും ശ്രമിച്ചപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹ് ചെയ്തു തരുന്ന നിഅമത്തിനെ നിങ്ങൾ ഓർക്കുവീൻ. ഇദ് ഹമ്മ ഖൗമുൻ യബ്സുതു ഇലൈക്കും ഐദിയഹും
ഒരു ജനത നിങ്ങളുടെ നേരെ കൈനീട്ടിയിട്ട് നിങ്ങളെ വകവരുത്താനും നശിപ്പിക്കാനും തുനിഞ്ഞപ്പോൾ അവരിൽ നിന്ന് അവരുടെ കരങ്ങളെ അല്ലാഹു തട്ടിക്കളഞ്ഞില്ലേ? വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ ആയത്ത് അതിലേക്കുള്ള സൂചനയാണ്. ആ സംഭവത്തെ കുറിച്ചും കൂടിയാണ് ഇത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു സംഭവം നബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് യഹൂദി പ്ലാൻ ചെയ്തു. യഹൂദി അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ നടത്തിയ പ്ലാനിങ് ഒക്കെ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തില്ലേ? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ തന്നെ കൊല്ലാനായിരുന്നല്ലോ ഈ കൊണ്ടുവന്നത്. ഈ ശ്രമം പാളിപ്പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ബോധ്യമായി. അവിടുന്ന് അവരുമായിട്ടുള്ള സന്ധി ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ചിട്ട് സഹാബത്തിന് ഓർഡർ കൊടുത്തു. ബനു നദീറുകാരോട് പോയിട്ട് പറയണം, ഉടനെ മദീന വിടണം, ഇവിടം വിട്ട് നിങ്ങൾ പോകണം, നിങ്ങൾ ഈ രാജ്യം വിട്ട് വേറെ എങ്ങോട്ടോ പോയിക്കോ, മദീനയിൽ നിൽക്കാൻ പാടില്ല, ഇവിടം വെച്ച് നിങ്ങൾ രാജ്യം വിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഓർഡർ കൊടുത്തു. അവരോട് ആ വിവരം പറയാൻ. അങ്ങനെ അവരെ തുരത്തി ഓടിച്ചു നാട് കടത്തിയ ഒരു സംഭവമുണ്ട്. അവരാ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ടു, തുരത്തി ഓടിക്കപ്പെട്ടു. തുരത്തി വിടൽ എന്ന അർത്ഥത്തിലുള്ള ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്തുൽ ഹശ്ർ. ഹശ്ർ എന്ന് പറഞ്ഞാൽ തുരത്തി വിടുക, നാട് കടത്തുക, ആട്ടി ഓടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആ പേരിലുള്ള അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ സുഹൃത്തുക്കളെ അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് ആ സംഭവമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് അവരോട് പറഞ്ഞു, രാജ്യം വിട്ടോളണം. 10 ദിവസം നിങ്ങൾക്ക് അള്ളാന്റെ റസൂൽ അനുവാദം തന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. 10 ദിവസമാണ് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള അനുവാദം ഉള്ളത്. ചതിയന്മാരാണ് നിങ്ങൾ, വിശ്വസിക്കാൻ നിങ്ങളെ കൊള്ളൂല, നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ചതി കാരണത്താൽ ഇത് നിങ്ങളുമായിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ഇവിടം വിട്ടു പോകണം എന്ന് പറഞ്ഞ് അവരോട് ശക്തമായ നിലക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോ മുനാഫിക്കിന്റെ നേതാവ് അബ്ദുള്ള പതുക്കെ ചെന്നു. മുനാഫിക്ക് നേതാവ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഈ യഹൂദികളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഉസ്ബുതു, ഇവിടെ തന്നെ നിന്നോ, പ്രതിരോധിച്ചു നിന്നോ, ഞങ്ങളുണ്ടോ നിങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കുന്നു, ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. നിങ്ങളെങ്ങാനും കൊല്ലപ്പെട്ട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, നിങ്ങളോട് യുദ്ധം ചെയ്യപ്പെട്ടാൽ, ഖാതൽനാ മഅക്കും, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ പോരാടും. നിങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാലോ നിങ്ങൾ ഒറ്റക്ക് ഞങ്ങൾ വിടൂല, ഖറജ്നാ മഅക്കും, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് വലാ തഖ്റുജൂ, പുറത്തു പോകണ്ട. എന്റെ കൂടെ അറബികളിൽ നിന്ന് 2000-ഓളം വരുന്ന അനുയായികളുണ്ട് എനിക്ക്, അതുകൊണ്ട് ഉറച്ചിരുന്നോ, നിങ്ങളുടെ കോട്ടയിൽ തന്നെ കഴിച്ചു കൂട്ടിക്കോ. നിങ്ങളുടെ അവസാനത്തെ ആളെയും, അതേ അവരിലുള്ള അവസാനത്തെ ആളെയും കൊന്നിട്ടല്ലാതെ, അവരെ മുഴുവൻ മയ്യത്താക്കിയിട്ടല്ലാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊക്കെയാണ് പോയിട്ട് ബഡായിയോട് പറഞ്ഞു. തട്ടിവിട്ടതാ മുനാഫിക്ക്. ഖുർആനും അത് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. സൂറത്തുൽ ഹശ്റിൽ തന്നെ അവരുടെ ആ കൃത്യമായി അവരെ പറഞ്ഞു കൊതിപ്പിച്ചതിനെ പറ്റി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ മുനാഫിക്കീങ്ങളായ ആളുകൾ, ആ മുനാഫിക്കുകളായ ആളുകൾ ഈ ജൂതന്മാരോട് പോയിട്ട് പറഞ്ഞതിനെ പറ്റി ഖുർആൻ പറയുന്നു, അലം തറ ഇലല്ലദീന നാഫഖൂ, മുനാഫിക്കുകളെ കുറിച്ച് നബിയെ നിങ്ങൾ കാണുന്നില്ലേ? ഖൂലൂന ലിഇഖ്വാനിഹിമുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽപ്പെട്ട അഥവാ യഹൂദികളായ ആ കാഫിറുകളായ തങ്ങളുടെ സഹോദരന്മാർ. മുനാഫിക്കിന് സഹോദരന്മാരാവാൻ പറ്റിയവരെന്നെ യഹൂദി, അതുകൊണ്ട് ഇഖ്വാനിഹിം എന്നാണ് അവരെ പ്രയോഗിച്ചത്. ഇവരുടെ കൂട്ടുകാരും ചങ്ങാതിമാരും ഒക്കെ ആകാൻ പറ്റിയവരാ യഹൂദികൾ മുനാഫിക്കുകൾക്ക്. അവരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ കൂടെ പുറത്തു പോരും. നിങ്ങളുടെ കാര്യത്തിൽ ഒരാളെയും ഞങ്ങൾ അനുസരിക്കൂല, നിങ്ങളെ ആരെയും തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്നൊക്കെ ഇങ്ങനെ ബടായി അവരെ മുനാഫിക്കീങ്ങൾ യഹൂദിയെ പറഞ്ഞ് തരിപ്പ് കയറ്റി, അവരെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. അവിടെ മുഹമ്മദിന്റെ വാക്കൊന്നും കേൾക്കണ്ട,
മുസ്ലിമീങ്ങളാ പറയണൊക്കെ വെറുതെയാണ്. എന്റെ കൂടെ 2000 അനുയായികളുള്ള ആളാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ. അതുകൊണ്ട് ഒരിക്കലും അവര് വന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഈ രാജ്യം വിട്ടു പോകരുത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ സംരക്ഷണങ്ങളും ഞങ്ങൾ തരാമെന്നങ്ങോട്ട് പറഞ്ഞപ്പോ യഹൂദികൾ ഇതൊക്കെ വിശ്വസിച്ച് കോട്ടന്റെ ഉള്ളിൽ തന്നെ അവിടെ ഇരുന്നു. പുറത്തു പോകൂല എന്ന് പറഞ്ഞു സഹാബിമാരോട്. ഞങ്ങൾ പോകൂല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അങ്ങോട്ട് മാർച്ച് നടത്തി. ഇറങ്ങാൻ പറഞ്ഞു അവരോട്. കോട്ടക്കകത്ത് കയറി അവർ വാതിലടച്ചൊളിച്ചിരുന്നു. 21 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും ആ കോട്ട വളഞ്ഞു ഉപരോധിച്ചു. 21 ദിവസം അവർക്ക് പുറത്തേക്കിറങ്ങാൻ വയ്യ. ഒരു നിലക്കും രക്ഷപ്പെടൂല എന്ന് കണ്ടപ്പോ അവര് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സന്ധിക്ക് അപേക്ഷിച്ചു. ഞങ്ങളുമായിട്ടൊരു കരാർ, നമുക്കൊരു സന്ധി, ഒത്തുതീർപ്പ് നടത്തുക എന്ന് കോട്ടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് നബിതങ്ങളുമായും സഹാബത്തുമായും ഒക്കെ ഞങ്ങളൊരു ഒത്തുതീർപ്പിന് തയ്യാറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുമായി ഇനി ഒരു ഒത്തുതീർപ്പുമില്ല. ഇവിടം വിട്ട് പോവുക എന്നതല്ലാത്തൊരു പണിയും വേറല്ല. ഇവിടം വിട്ട് പോകണം. പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകുമ്പോൾ ഓരോ 3 വീട്ടുകാർക്കും ഒരൊട്ടകപ്പുറത്ത് കൊണ്ടുപോകാവുന്ന വീട്ടു സാധനങ്ങൾ കൊണ്ടുപോകാം. വലിയ സമ്പത്ത് അവിടെ കിടക്കുന്നുണ്ട്. ഇവിടം വിട്ട് പോകുമ്പോ 3 വീട്ടുകാർക്ക് ഒരൊട്ടകത്തിന്റെ പുറത്തുള്ള ചുമട് കണക്കാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോ. പക്ഷെ അപ്പോഴും യുദ്ധസാമഗ്രി ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പടയങ്കി കൊണ്ടുപോകാൻ പാടില്ല, പടത്തൊപ്പി കയ്യിലുണ്ടാകാൻ പാടില്ല, വാളും കുന്തോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. വീട്ടു സാധനങ്ങളും സാമഗ്രികളും ഒക്കെ 3 വീട്ടുകാർക്ക് ഒരൊട്ടകത്തിന്റെ പുറത്തുള്ള ചുമട് എന്ന കണക്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല. മാത്രല്ല, കോട്ടയിൽ നിന്ന് ഇറങ്ങാതായപ്പോ അവര് പുറത്തേക്ക് ചാടിക്കണം എന്ന നിലയ്ക്ക് കോട്ടക്ക് വെളിയിലുണ്ടായിരുന്ന അവരുടെ കുറെ ഈത്തപ്പന മരങ്ങൾ മുസ്ലിമീങ്ങളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞു മുറിച്ചു കളയാൻ പറഞ്ഞു. ഈത്തപ്പനകൾ മുറിച്ചു കളയാൻ പറഞ്ഞു. ഇസ്ലാമിൽ ഒരു ഫലവൃക്ഷവും മുറിച്ചു കളയാൻ പാടില്ല എന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ ഇതല്ല. ഇത് ഒരു നിവൃത്തിയുമില്ല. ശത്രു പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ, അവന്റെ മനസ്സാണ്ട് ഇളകണമെന്നുണ്ടെങ്കിൽ അവൻ ഇത്ര കാലം നട്ടുവളർത്തി അധ്വാനിച്ചുണ്ടാക്കിയ തോട്ടാണ് മുറിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഓർഡർ കൊടുത്തു. അങ്ങനെ മുറിച്ചു. അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെയായി. അവസാനം മദീന വിട്ടു പോകാൻ അവര് നിർബന്ധിതരായി എന്ന് മാത്രല്ല, അങ്ങനെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് കയറ്റാവുന്ന സാധനങ്ങളൊക്കെ ഓരോരുത്തരും ഈ പറഞ്ഞതുപോലെ ഒട്ടകപ്പുറത്തൊക്കെ കയറ്റി. ഇനി ബാക്കി കൊണ്ടുപോകാൻ കഴിയാത്ത കുറെ മുതല് കോട്ടന്റെ അകത്തുണ്ട്. വലിയ സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്താ ഈ വിഭാഗം ചെയ്തതെന്നറിയോ? അവരുടെ കൈകൊണ്ട് തന്നെ കുറേയാണ് തകർത്തു. എന്തിനു വേണ്ടി? എന്നാലും നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും മുഹമ്മദിന് ഇത് കിട്ടരുത് എന്ന നിലക്ക് അവര് കൈകൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങളും സൗകര്യങ്ങളും വരെ പലതും അവര് നശിപ്പിച്ചു. കുറെ ഈ പറഞ്ഞതുപോലെ കൊണ്ട് കടത്താൻ നോക്കി, ബാക്കിയുള്ള പലതും നശിപ്പിക്കാൻ നോക്കി. എന്നിട്ടും കുറെ സമ്പത്ത് ബാക്കിയായിരുന്നു. 50 പടയങ്കികളും 50 പടത്തൊപ്പികളും അടങ്ങുന്ന കുറെ യുദ്ധ സാമഗ്രികളും അവര് വിട്ടേച്ചു പോയ മറ്റു സ്വത്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുസ്ലിമീങ്ങൾക്കും ഗനീമത്തായി ലഭിച്ചു. ഇതാണ് ബനുൻ നളീർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബനുൻ നളീർ ഗോത്രക്കാരൻ നാടുകടത്തിയ യഹൂദിയെ നാടുകടത്താൻ അവരായിട്ട് ചോദിച്ചു വാങ്ങിയതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ ചരിത്രമൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ചിലരൊക്കെ പറയാറുണ്ട്, എന്ത് കണ്ണിച്ചോരല്ലാത്ത ആളാ മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലുള്ള ആൾക്കാരൊക്കെ പുറത്താക്കുക, നാട് വിട്ട് പോകാൻ പറയാ. ഇവരാപ്പ കാരുണ്യത്തിന്റെ മതം എന്നൊക്കെ പറയാറുണ്ട്. എന്താ ഇതിന് കാരണം ഉണ്ടായത്? അള്ളാന്റെ റസൂൽ യഹൂദിനെ പിടിച്ച് പുറത്താക്കിയതാ? അല്ല. സന്ധിയിലും സംഭാഷണത്തിലും സൗഹൃദത്തിലും കഴിയാമെന്ന് കരാർ ഒപ്പിട്ട് നല്ല നിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചതിയിൽ കൊല്ലാൻ വേണ്ടി ഒരുക്കി അള്ളാന്റെ റസൂലിനെ കൊന്നുകളയാനും നശിപ്പിക്കാനും വേണ്ടി യഹൂദി വഞ്ചന കാണിച്ചപ്പോൾ അള്ളാന്റെ റസൂലിന് വേണമെങ്കിൽ അവരൊക്കെ പിടിച്ച് കൊല്ലായിരുന്നു. കൊന്നില്ലല്ലോ. എന്തേ പറഞ്ഞു? ഇവിടെ വിട്ട് പോണെന്നേ പറഞ്ഞുള്ളൂ. എത്രയാണ് അവിടുത്തെ ഹൃദയ വിശാലത, എത്രയാണ് അവിടുത്തെ മാനസികമായ വിശാലത! കൊന്നില്ല, പൊയ്ക്കോളാനാ പറഞ്ഞത്. ഈ നാട് വിട്ട് പൊയ്ക്കൊള്ളൂ എന്നാണ് പറഞ്ഞത്. ആ നിലക്ക് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച സൂറത്തുൽ ഹശ്റിലൂടെ വിശദീകരിക്കുന്നു. ഹുവല്ലദീ അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശ്ർ. അല്ലാഹുവിനെ പറ്റി പറയണം. അല്ലാഹ് ആരാണ്? അഹ്ലു കിതാബുകാരിൽപ്പെട്ട അവിശ്വാസികളെ പുറത്താക്കിയവനാണ് അല്ലാഹ്.
മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്, കോട്ടകളിൽ നിന്ന്, ലി അവ്വലിൽ ഹശ്രി, ആദ്യ തുരത്തി വിടലിൽ, ആദ്യ തുരത്തി ഓടിക്കലിൽ എന്ന് പറയുമ്പോ നമ്മളെ മനസ്സിൽ വരും, അപ്പൊ വേറെയും വരെ തുരത്തി ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത്, രാജ്യം ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ ബനൂ ഖൈനുഖാകാരെയും മറ്റുമൊക്കെ ഇങ്ങനെ തുരത്തി ഓടിച്ച വേറെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ യഹൂദികളെ തുരത്തി ഓടിച്ച ആദ്യ സംഭവം ഇതാണ്. അങ്ങനെ അവര് കോട്ടക്കുള്ളിലൊക്കെ ഇങ്ങനെ കയറിയിരുന്നു. അവരവിടുന്ന് അവര് പുറത്തു പോരൂലാനാണ് മോമിനികളെ നിങ്ങൾ വിചാരിച്ചത്. ഒരു പുറപ്പെടാൻ പ്രയാസാണ്, അവരവിടെ തന്നെ കഴിച്ചു കൂട്ടുമെന്ന് നിങ്ങളും വിചാരിച്ചു. അവരും വിചാരിച്ചു അന്നഹും മാനിയത്തുഹും ഹുസൂനുഹും മിനല്ലാഹ്, അവരുടെ ഭദ്രമായ കോട്ടകൾ അവർക്ക് സംരക്ഷണമേകും എന്ന് ആ വിഡ്ഢികളും വിചാരിച്ചു. നമ്മളെ ഈ കോട്ടയിലേക്കൊന്നും മുഹമ്മദിന് കടന്നു കയറാനും കഴിയില്ല, നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഴിയാ സുഖമായിട്ട്, ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഒരു പുറത്തു പോകേണ്ട ഒരു അവസ്ഥയും വരൂല എന്നൊക്കെ ആ യഹൂദികൾ കണക്ക് കൂട്ടി. അള്ളാഹ് അതിനെ പറ്റി പറയാണ്, അവര് വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് അവരെ സമീപിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു ഭയത്തെ ഇട്ടുകൊടുത്തു. വല്ലാതെ പേടിച്ചു, ഭയങ്കരമായി യഹൂദിയാണ് പേടിച്ചു. ഈത്തപ്പനെ മുറിക്കലും ആകെ കൂടി തകർക്കുന്ന രംഗം കണ്ടപ്പോ എരച്ച് കയറി നമ്മളെ ജീവൻ പോകുമെന്ന് സർവ്വ യഹൂദിയും പേടിച്ചു വിറച്ചു. അപ്പോഴാണ് യുഖ്രിബൂന ബുയൂതഹും, അവരുണ്ടാക്കിയ അവരുടെ വീടുകൾ തന്നെ അവർ തകർത്ത് നശിപ്പിക്കാൻ തുടങ്ങി. ബിഐദീഹിം, അവരുടെ തന്നെ കൈകൾ കൊണ്ട്. മുഅ്മിനീങ്ങൾക്ക് കിട്ടാതിരിക്കാൻ അവർ തകർത്തുകൊണ്ടിരുന്നു. വൈദിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ കൈകൾ കൊണ്ടും നശിപ്പിക്കപ്പെട്ടു. അതേ, അവരുടെ ഈത്തപ്പനകളൊക്കെ മുറിച്ചതിനെ കുറിച്ചാണ് ആ സൂചന. അതുകൊണ്ട് ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ, ഏ ബുദ്ധിയുള്ള മനുഷ്യരെ, ഉൾക്കാഴ്ചയുള്ള ആളുകളെ, നിങ്ങൾ ഗുണപാഠം പഠിക്കുവീൻ എന്ന് അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കേണ്ടുന്ന ധനവും സമ്പത്തും ഉപയോഗപ്പെടുത്തിയിട്ട് നെഗളിപ്പ് കാണിച്ച് എന്നും തന്റെ സംരക്ഷണങ്ങളും എന്റെ സമ്പത്തും സൗകര്യങ്ങളൊക്കെ തനിക്കെന്നും കൂട്ടിനുണ്ടാകും, തന്നെ ആർക്കും വെല്ലാനാവില്ലെന്ന് വിചാരിച്ച ധിക്കാരികളെ എല്ലാ നിലക്കും തുരത്തി ഓടിച്ച ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ പാഠം ഉൾക്കൊള്ളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു അവർക്ക് ഈ നാട് വിട്ടു പോകൽ വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും ദുനിയാവിലും അവർക്ക് ശിക്ഷയുണ്ട്, ആഖിറത്തിൽ അവർക്ക് നരക ശിക്ഷയുമുണ്ട്. എന്തേ കാരണം? ഇവർക്ക് ഇത്ര ശിക്ഷയുണ്ടെന്ന് അല്ലാഹ് പറയാൻ എന്താ കാരണം? ദാലിക ബിഅന്നഹും ശാഖുല്ലാഹ വറസൂലഹു, അവരെ അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരം കാണിച്ചവരാണ്. ആര് അല്ലാഹുവിനോട് മത്സരം കാണിക്കുന്നുവോ ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹ് വളരെയേറെ കഠിനമായി ശിക്ഷിക്കുന്നവൻ തന്നെ. കണ്ടോ, അല്ലാഹുവിനോട് മത്സരിക്കുക, റസൂലുള്ളാഹിനോട് മത്സരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അള്ളാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നബിതങ്ങൾ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കാറ്റിൽ പറത്തിയിട്ട് അവനവന്റെ താല്പര്യത്തിനനുസരിച്ചാണ് ജീവിച്ചാൽ നരകമാണെന്നാ അപ്പൊ ഇവിടെ ഈ പറഞ്ഞത്. ഇതന്നെ അള്ളാഹ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ആര് അള്ളാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിക്കുന്നുവോ, ഏതിന്റെ ശേഷം? അവന് നേർമാർഗം വ്യക്തമായതിന്റെ ശേഷവും. സത്യം ഏതാണ് എന്ന് ഒരാൾക്കറിയാം. അല്ലാഹ് എന്താ പഠിപ്പിച്ചത്, റസൂൽ എന്താ പഠിപ്പിച്ചത് എന്നൊക്കെ അറിയാം. എന്നിട്ടും ധിക്കാരം മുഖേന അവയൊക്കെ കാറ്റിൽ പറത്തിയിട്ട് സത്യവിശ്വാസികൾ നടന്നു പോകുന്ന ആ ശരിയായ പാതയെ പിൻപറ്റാതെ തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് കണ്ടതിനെയൊക്കെ നിഷേധിച്ച് യുക്തിവാദം പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിൽ നിന്ന് പഴച്ചു പോകുന്നവരൊക്കെ നുവല്ലിഹി മാത്തവല്ല, അവ തിരിഞ്ഞയിടത്തേക്ക് അവനെ നാം തിരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, ജഹന്നമിൽ നാം അവനെ കടത്തിയെരിയിക്കുന്നതാണ്. എത്ര ചീത്തയായ സങ്കേതമാണ് നരകം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ യഹൂദികൾക്ക് ഇത്ര കഠിനമായ അപമാനവും ശിക്ഷയും കിട്ടാൻ കാരണം എന്താണ്?
അവർ അള്ളാഹിനോടും റസൂലിനോടും മാത്സര്യം കാണിച്ചു എന്നാണ്. സത്യം മനസ്സിലായിട്ടും ഹിദായത്ത് എന്താണെന്ന് മനസ്സിലായിട്ടും യഹൂദി വിശ്വസിച്ചിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തൗറാത്ത് പഠിച്ച യഹൂദികൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു പ്രവാചകന്റെ വരവ് ആശിച്ചു കൊണ്ടിരുന്നിട്ടും വന്നത് അവരുദ്ദേശിക്കുന്ന ഗോത്രത്തിലായില്ല എന്ന ഒരൊറ്റ കാരണത്താൽ അസൂയ നിമിത്തം അവിശ്വസിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലാഹു കഠോരമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. ഇത് നമ്മളും പാഠമായിട്ട് ഉൾക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മനഃപൂർവ്വം അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. മനഃപൂർവ്വം അള്ളാന്റെ ഒരു നിയമത്തെ ചോദ്യം ചെയ്തുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനത്തെ ചോദ്യം ചെയ്തുകൂടാ. നിസ്സാരവൽക്കരിച്ചുകൂടാ, പരിഹസിച്ചുകൂടാ. ആ പാതയെ ബഹുമാനിച്ചുകൊണ്ട് ആ നിലക്കുള്ള യഥാർത്ഥമായ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കഠോരമായ ശിക്ഷയുണ്ടാകും എന്ന മുന്നറിയിപ്പ് അത് യഹൂദിക്ക് മാത്രമല്ല, ആ പാരമ്പര്യത്തിൽ, ആ സ്വഭാവത്തിൽ ആരൊക്കെ എത്തിപ്പെട്ടോ എല്ലാവർക്കും ബാധകമാകും. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹിനോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട്, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ ശാപത്തിനും കോപത്തിനും ഒക്കെ വിധേയരായ കോപിക്കപ്പെട്ടവരുടെ വഴിയിലോ പഴച്ചുപോയവരുടെ വഴിയിലോ നീ ഞങ്ങളെ ചേർക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ നാം ഒന്നിച്ച് ആമീൻ എന്ന് നിസ്കാരത്തിൽ പറയുന്നത്. ആ പ്രാർത്ഥന അത് കേവലം ഒരു പ്രാർത്ഥനയായി കാണേണ്ടതല്ല. യഹൂദിക്ക് അള്ളാന്റെ കോപമുണ്ടാകാൻ കാരണമായ എന്തൊക്കെ കാരണങ്ങളുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നാൽ നമുക്കും അള്ളാന്റെ കോപമുണ്ടാകും. യഹൂദിക്കും സനാനിക്കും അള്ളാന്റെ ശാപകോപം കിട്ടാൻ കാരണമായ എന്തൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായോ അതൊക്കെ നമ്മുടെ ജീവിതത്തിലും വന്നു ചേർന്നാൽ അതേ രൂപത്തിലുള്ള കോപത്തിനും ശാപത്തിനും ഒക്കെ നമ്മളും വിധേയരാകും. അതുകൊണ്ടാണ് മഹാന്മാരായ പ്രവാചകന്മാര് അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവരുടെ വഴിയിൽ ചേർക്കണേ, നിന്റെ കോപത്തിന് വിധേയരായവരുടെ വഴിയിലോ പഴച്ചുപോയവരുടെ കൂട്ടത്തിലോ പെടുത്തല്ലേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് 5 നേരവും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രാർത്ഥന സാർത്ഥകമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസാചാരങ്ങളിൽ ഒരിക്കലും അള്ളാഹുവിന്റെ ഈ ശാപകോപങ്ങൾക്ക് വിധേയരായ ഈ കക്ഷികളുടെ ഒന്നും വിശ്വാസങ്ങളോ ആചാരങ്ങളോ സ്വഭാവങ്ങളോ കയറി പറ്റാതിരിക്കാൻ ജാഗ്രതയുള്ളവരാകണം. അതുകൊണ്ടാണ് എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ നിന്റെ ദീനിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകി. മുൻകഴിഞ്ഞ സമുദായങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങളും പിന്തുടരുക തന്നെ ചെയ്യുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ യഹൂദി നസ്രാനികളുടെ പല രൂപത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരും കടമെടുത്തുകൊണ്ട് പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നുണ്ട്. സൂക്ഷിക്കണം, ജാഗ്രത വേണം. നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ ശരിയായ പാതയിലൂടെ, അത് സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, അവരെങ്ങനെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയോ, ആ മൻഹജിലൂടെ, ആ രീതിശാസ്ത്രത്തിലൂടെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് നാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. അല്ലാഹു നമുക്ക് ഇത്തരത്തിലുള്ള ഈ സംഭവവികാസങ്ങളൊക്കെ അതിനെല്ലാം പ്രേരകമാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ ആവേശവും ഇബാദത്തുകളിൽ ഇഖ്ലാസും എല്ലാ രംഗത്തുമുള്ള ഇഖ്ലാസും അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, അള്ളാഹു എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.